കേരളത്തിൽ SFIയുടെ കിരാത കൊലപാതകം ഇങ്ങനെ നടക്കുകയാണ്, ഒരു വഴിയിൽ അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേൾക്കുന്ന വാർത്തകളെല്ലാം SFIക്കാരുടെ ഗുണ്ടായുസത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ്. നമുക്കെല്ലാം അറിയാലോ. ഇപ്പോൾ എത്രയോ ചെറുപ്പക്കാരുടെയൊക്കെ മരണത്തെക്കുറിച്ച് കേരളത്തിൽ ഈ ഇന്ത്യ രാജ്യത്ത് ഇതുപോലത്തെ ഒരു കിരാതമായ മരണം, സിദ്ധാർത്ഥൻ്റെ മരണം നമുക്ക് പോലെ നടന്നിട്ടുണ്ടാവില്ല. SFI ആണ് ഈ പറയുന്ന പാപം മനുഷ്യൻ്റെ മരണത്തിനും ഉത്തരവാദി. SFI ആണ്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ അകത്ത് മാർഗം കളിയിൽ അവർ പറഞ്ഞ ആൾക്ക് ഒന്ന് ഫസ്റ്റ് കൊടുക്കാനും സെക്കൻഡ് കൊടുക്കാനും ആവശ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം അത് നിഷേധിച്ചു എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ചു, ഇദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത അധ്യാപകരെ വിളിച്ചു. അവരൊക്കെ എന്തൊക്കെ പറഞ്ഞു. ഒരു കുറ്റം അവർ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, നിഷ്പക്ഷമതിയാണ് അയാൾ. ഇതുവരെ അയാളെ പറ്റി ഒരു പരാതി ഉണ്ടായിട്ടില്ല. പക്ഷേ പരാതി SFIക്കാർ ഉണ്ടാക്കിയതാണ്. ഇയാളെ തല്ലി എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹത്തെ തല്ലി. ഞാൻ ചോദിക്കുന്ന, ജീവിതത്തിൽ ഒരു അധ്യാപകൻ ഇതുപോലെ ഒരു മാർഗം കളി മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കുമോ? സംസ്കാരമുള്ള തറവാടിത്തമുള്ള ഏതെങ്കിലും ഒരു അധ്യാപകൻ കൊടുക്കുമോ? പക്ഷേ SFIക്ക് അത് കിട്ടണമെന്ന് നിർബന്ധമാണ്. നിങ്ങൾക്കറിയാമോ, യൂണിവേഴ്സിറ്റി കോളേജ് ഞങ്ങൾ പിടിച്ച സംഭവം നിങ്ങൾക്കറിയാമോ? KSUക്കാർ പിടിച്ചത്, അതിൻ്റെ പരിസരത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജുകളൊക്കെ പിടിച്ചെടുത്തതിന് അവിടെയെല്ലാം കിരാതമായ മർദ്ദനങ്ങൾ ദിവസങ്ങളോളം അഴിച്ചുവിട്ട് ഇപ്പോൾ വീടുകളിൽ, ഹോസ്റ്റലുകളിലൊക്കെ KSUവിൻ്റെ കുട്ടികൾക്ക് താമസിക്കാൻ സാധിക്കാത്ത പരുവം ഉണ്ടാക്കി വെച്ചിരുന്നു. എന്നിട്ടും നമ്മളെ കുട്ടികളാണ് ജയിച്ചു. യൂണിവേഴ്സിറ്റിയിൽ വിജയിച്ചത് ഞങ്ങൾ തന്നെയാണ്. അവിടെയാണ് മത്സരം നടക്കുന്നിടത്ത് അധ്യാപകനെ ഭീഷണിപ്പെടുത്തി ഫസ്റ്റ് പ്രൈസ് അവർ പറയുന്ന കുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് വേറൊരു അധ്യാപകൻ, അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു അധ്യാപകനോട് ഞാൻ സംസാരിച്ചു. അത് പറഞ്ഞൊരു ഫോൺ ചെയ്തും ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഏതായാലും അദ്ദേഹത്തെ തല്ലി, അദ്ദേഹത്തെ അപമാനിച്ചു. അപമാനം സഹിക്കവയ്യാതെയാണ് ഇവിടെ വന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഒരു കാരണവശാലും മരിക്കേണ്ട ആളല്ല. ഇവിടെ എല്ലാം നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമുള്ള അധ്യാപകനാണ്. അതുകൊണ്ട് SFIയുടെ കിരാത കൊലപാതകം ഇതൊരു കൊലപാതകമാണ്. ഇത് കൊലപാതകമായി കണ്ടുകൊണ്ട് അന്വേഷണം നടക്കണം. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആത്മഹത്യയിലേക്ക് നടന്നത് എന്നതിനെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായി പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് നടപടി ഉത്തരവാദികളെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ ഈ സംസ്ഥാനത്തൊരു കലാപം പുറപ്പെടും. സർക്കാരിൻ്റെ മറിവിലേക്ക് ഞങ്ങൾ പറയാണ്, കാത്തിരിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിമിതിയുമുണ്ട്. നിങ്ങളെ SFIയുടെ കുറേ ഗുണ്ടകളെ ഇറക്കി ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങൾ സമ്മതിക്കില്ല. അതിൻ്റെ മുമ്പിൽ നമ്മൾ ചാവേറായി പോവും. ഒരു തർക്കവും വേണ്ട. ഈ ഇടിച്ച് ഓടിച്ച എല്ലാ യൂണിവേഴ്സിറ്റീൻ്റെ മുമ്പിലും എൻ്റെ കുട്ടികൾ ചാവേറായി വീട്ടാണ് കോളേജ് പിടിച്ചത്. അത് മനസ്സിലാക്കണം. എത്ര കുട്ടികളെ തല്ലി, എത്ര കുട്ടികളെ ആശുപത്രിയിലാക്കി, എത്ര കുട്ടികൾക്ക് ആശുപത്രിയിലേക്ക് പോകാൻ ഞങ്ങളെ പാർട്ടി നേതാക്കന്മാരോട് പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ? അത്ര ഭീകരമായ മർദ്ദനം നടന്നിട്ടും ഞങ്ങൾ വിട്ടിട്ടില്ല. കോളേജ് പിടിച്ചു വന്നിട്ട് കോളേജ് ഞങ്ങൾ പിടിച്ചു. അതുപോലെ പിടിച്ചു നിൽക്കാനും ചെറുത്ത് നിൽക്കാനും ഒക്കെ ഞങ്ങൾക്കും അറിയാം. ഇനി വഴി മാറ്റി ചെറുത്ത് നിൽക്കണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ നിർബന്ധിച്ചാൽ ആ വഴിയും നമ്മൾ ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് കിരാതമായൊരു കൊലപാതകമാണ്. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, ആത്മഹത്യയിൽ നയിച്ച കാരണങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് നടത്തണം. ഇപ്പോൾ പോലീസ് ഒരു FIR കിട്ടിയെന്ന് പറഞ്ഞ് കടലാസ് കൊടുത്തിട്ടാണ് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ കേസ് മാറ്റിയിട്ടില്ല. കേസിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ പോലീസ് എത്തി അന്വേഷിക്കണം. ഈ തല്ലാൻ പോയ, ഇതുവരെയും കുഴപ്പമുണ്ടാക്കാൻ പോയ SFIക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരണം. അതുവരെയുള്ള എല്ലാ കാലങ്ങളും ഞങ്ങളത് അതിൻ്റെ പിന്നാലെയുണ്ട്. ഞങ്ങൾ പരിശോധിക്കും. തെറ്റുപറ്റുന്നിടത്ത് ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കും. ഒരു കാര്യത്തിൽ സംശയം വേണ്ട. കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട് കാര്യങ്ങൾ, ഞങ്ങൾക്കുണ്ട് ലക്ഷ്യങ്ങൾ. ആ ലക്ഷ്യങ്ങളിലേക്ക് ഞങ്ങളും എത്താൻ ഞങ്ങൾ ശ്രമിക്കും. നിശ്ചയമായി. ഓക്കെ. സിൽവർ പമ്പ്സ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ. ISI ISO അംഗീകാരവും 5 സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പമ്പ്സ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു. സെൽ പ്രൈമിംഗ് പമ്പ്സ്, സെൻട്രിഫ്യൂഗൽ, ഓപ്പൺ വെൽ, ബോർവെൽ, സബ്മെർസിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ. സിൽവർ പമ്പ്സ്, ഏവരും ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുന്ന പമ്പ്.